എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ പൂനൂർ. ഒപ്പിടാനുള്ള പേപ്പേഴ്സ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആളും ഓക്കെ അല്ലേ? അവരൊക്കെ നേരത്തെ ഓക്കെയാ. എവിടെയാ ഒപ്പിടേണ്ടെന്ന് സാറ് കാണിച്ചെന്നാ മതി, അവർ ഒപ്പിട്ടോളും. ആരുടെയും നിർബന്ധപ്രകാരമല്ലല്ലോ ഈ തീരുമാനം. ഏയ് അല്ല സർ, അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ടാ ഞങ്ങൾ പിന്നെ സമ്മതിച്ച്. എന്നാ പിന്നെ അവർ വിളിക്ക്. അയാൾ ഫയലെടുത്ത് വെച്ചോ ശങ്കർ ഗൗരിയെയും കൊണ്ട് അകത്തേക്ക് നടന്നു. ഗൗരിയും രാധിക ഇതേ സമയം റൂമിലിരിക്കുകയായിരുന്നു. ശങ്കറിനെയും ഗൗരിയെയും കണ്ട് രാധിക ഇരുന്നിടത്ത് എഴുന്നേറ്റ്. അത് കണ്ട് ഗിരി അവിടേക്ക് നോക്കി. രണ്ടുപേരോടും കൂടിയായിട്ട് ഒരു കാര്യം പറയാൻ വന്ന പുറത്തൊരാൾ വന്നിരിപ്പുണ്ട്. ഗിരി വന്നൊന്ന് ഒപ്പിടണം. ഞാനെന്തിനു ഒപ്പിടണം? നിന്റെ പേരുള്ള സ്വത്തുക്കൾ എൻ്റെ പേരിലേക്ക് മാറ്റി എഴുതാൻ നീ സമ്മതിച്ചുകൊണ്ടുള്ള ഒപ്പ്. ശങ്കർ പറഞ്ഞു. ഗിരി രാധികയും ഞെട്ടി പരസ്പരം നോക്കി. എൻ്റെ പേരിൽ ഇനി ഒന്നുമില്ല, എല്ലാം എൻ്റെ മോൾക്കുള്ളതാ. അത് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി. നിങ്ങളുടെ പേരിൽ അവൾക്ക് കൊടുക്കാത്ത സ്വത്തുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട, വന്ന് മര്യാദക്ക് ഒപ്പിടാൻ നോക്ക്. ഓ, അപ്പം എല്ലാം തിരക്കി കണ്ടുപിടിച്ചു അല്ലേ? ഞങ്ങളുടെ എൻ്റെ മോളുടെയും സന്തോഷം ഇല്ലാതാക്കിയ പോരാ, ഇനി സ്വത്തും കൂടി വേണം നിനക്കൊക്കെ? രാധിക ദേഷ്യത്തിൽ ചോദിച്ചു. പറഞ്ഞില്ലേ ഞങ്ങൾ വേണമെന്ന്? അത് എൻ്റെ മോൻ അവകാശപ്പെട്ടതാ, അതവന് കിട്ടണം. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് എങ്ങനെയാ നശിച്ചവനുള്ളതാവും? എൻ്റെ മോൾക്കുള്ളതല്ല. അങ്ങനെ ആരും സ്വന്താക്കാന്ന് കരുതണ്ട. അവന് ഞാൻ കൊടുക്കുമായിരുന്നു. ഇങ്ങനെ ഒരു ചതി ഞങ്ങളോട് നിങ്ങൾ ചെയ്തില്ലായിരുന്നുവെങ്കിൽ സ്വന്തം മോനെ പോലെ കണ്ടുകൊണ്ടാ ഒരു കുറവില്ലാതെ എൻ്റെ മോൾക്ക് എഴുതിയതുപോലെ അവനൊരു വീതം ഞാൻ എഴുതിയത്. ദൈവം സത്യം ഞങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നപ്പോൾ തന്നെ മനസ്സറിഞ്ഞ അവനായിട്ട് ഞാൻ എഴുതി ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചു. കാരണം അവനതിനുള്ള അർഹതയില്ല. പക്ഷേ ഞങ്ങളെ ചതിച്ചൊന്നും നേടാൻ നിങ്ങൾ കരുതണ്ട. ഗിരി ദേഷ്യത്തിൽ പറഞ്ഞു. അത് കേട്ട് ഗൗരിയും ശങ്കറും ഞെട്ടി പരസ്പരം നോക്കി. എൻ്റെ ഒപ്പിന് വേണ്ടിയാണെങ്കിൽ പോക്കോ, ഞാൻ ഒപ്പിടില്ല എവിടെയും. ഞങ്ങൾ പറയുന്ന കേട്ടാ നിങ്ങൾക്ക് തന്നെയാ നല്ലത്. ഇല്ലെങ്കിൽ നഷ്ടാവും നിങ്ങൾക്ക് മാത്രമായിരിക്കും. വീണ്ടും ഓർപ്പിക്കണ്ടല്ലോ. ഇത് പറഞ്ഞ് എപ്പോഴും മുതലെടുക്കാൻ നിങ്ങൾ കരുതണ്ട. ഏട്ട ഒപ്പിടില്ല. പിന്നീട് ഈ തീരുമാനം തെറ്റായിരുന്നു എന്ന് ഓർത്ത് രണ്ടിനും വേദനിക്കേണ്ടി വരരുത്. അവൾ എവിടെയുണ്ടെന്നെല്ലാം ഞങ്ങൾക്കറിയാം. ഇപ്പൊ ഇതിന് തയ്യാറായില്ലെങ്കിൽ മകളെല്ലാം അറിയും, ഒപ്പം ഈ നാട്ടുകാരും. ശങ്കർ പറഞ്ഞു. അവർ രണ്ടും ഞെട്ടിക്കൊണ്ട് അവിടെ ഇരുന്നു. എൻ്റെ ദൈവമേ, നിനക്ക് ഞങ്ങളെ പരീക്ഷിച്ച് മതിയായില്ലേ? രാധിക കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അത് കേട്ട് ഗൗരിയും ശങ്കറും പുച്ഛത്തോടെ നോക്കി. 10 മിനിറ്റ് തരും, അതിനു മുമ്പ് നിങ്ങൾക്ക് തീരുമാനിക്കാം മകൾ വേണോ അതോ സ്വത്ത് വേണോ എന്ന്. തീരുമാനം എന്തായാലും 10 മിനിറ്റിനുള്ളിൽ വേണം. സമ്മതാണെങ്കിൽ സന്തോഷമായിട്ട് അവിടേക്ക് വന്ന് ഒപ്പിടാൻ നോക്ക്. വെറുതെ അവിടുന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കറിഞ്ഞ അയാൾക്ക് സംശയം തോന്നിയാ എല്ലാം ഇന്നത്തോടെ അവസാനിക്കും, മറക്കണ്ട. അതും പറഞ്ഞ് അവർ തിരിച്ചു പോയതും ഗിരി രാധികയെ സഹിക്കാനാവാതെ തൻ്റെ ഗതികേടോർത്ത് കരഞ്ഞു. അവരിനി വരാതിരിക്കോ? ഏയ് ഇല്ലേട്ടാ, അവർ വരും, എനിക്ക് ഉറപ്പാ. മോളെ നഷ്ടാക്കാൻ ഒരിക്കലും അവർ ആഗ്രഹിക്കില്ല. ഗൗരി സമാധാനിപ്പിച്ചോ. ശങ്കർ സമാധാനത്തോടെ ഹാളിലേക്ക് ചെന്നു. ഏട്ടൻ വരും സാറേ, ഒന്ന് ഫ്രഷ് ആവാൻ കയറിക്കുക, ഒരു 10 മിനിറ്റ്. ഗൗരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ അത് കേട്ട് തലവുലുക്കി. നീ ചായ എടുക്ക്, അപ്പോഴേക്കും അവർ വരും. ശങ്കർ പറഞ്ഞു. ഗൗരി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ശങ്കർ ഒരു പരിഭ്രമത്തോടെ ഉള്ളിലേക്ക് നോക്കി. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ആ നേരം ഗിരിയും രാധികയും. ഏട്ടാ, ഇനി എന്ത് ചെയ്യും? രാധിക കരഞ്ഞുകൊണ്ട് ചോദിച്ചു. മോളേക്കാൾ വലുതല്ലല്ലോ നമുക്കിതൊന്നും. ദൈവം നമുക്ക് തന്ന വിധി ഇങ്ങനെയാവും. കൊണ്ടുപോയി തിന്നട്ടെ, എല്ലാത്തിനും അനുഭവിക്കും. നീ വാ. ഗിരി പിന്നെ കണ്ണുടച്ചുകൊണ്ട് എഴുന്നേറ്റതും കാലുപതിരി വീഴാൻ പോയതും രാധിക ഗിരിയെ പിടിച്ചു. എന്തു പറ്റിയേട്ടാ, സുഖമില്ലേ? ഏയ് ഒന്നുമില്ല. മനസ്സിന് താങ്ങാനാവാത്തവരൊന്ന് കൺമുമ്പിൽ അടക്കുമ്പോൾ മനസ്സ് കൈവിട്ടു പോകുന്ന പോലെ. സാരമില്ല, നീ വാ. ഒരു പിടച്ചിലോടെ നെഞ്ചും തടവി ഗിരി നേരെ നിന്നു. രാധിക കരഞ്ഞുകൊണ്ട് സാരി തലപ്പുണ്ട് വാപുത്തി. നീ കരയാതിരിക്കും രാധികയെ. അന്ന് ഇതൊക്കെ അവന് എഴുതി കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചല്ലേ, അങ്ങനെ കരുതിയാൽ മതി. കണ്ണുടക്ക്. അവർ പറഞ്ഞു കേട്ടില്ലേ അയാൾക്ക് സംശയമൊന്നും ഉണ്ടാവരുതെന്ന്. എന്നാലും പറ്റുന്നില്ല ഏട്ടാ, നമ്മൾ മോളെ അനുഭവിക്കേണ്ടതല്ലേ, അതില്ല ഓർക്കുമ്പോൾ ഒരു പിടച്ചില്ല. മകളേക്കാൾ വലുതല്ല നമുക്കൊന്നും, അവൾ മാത്രം മതി നമുക്ക്. നീ മുഖം കഴുകിയിട്ട് വാ, നമ്മൾ കാരണം ആർക്കും സംശയം ഉണ്ടാവേണ്ട. ഗിരി നിർബന്ധിച്ച് പറഞ്ഞു. രാധിക കണ്ണുടച്ച് ബാത്റൂമിലേക്ക് കയറി. ആ നേരം ഗിരിയുടെ ഉള്ളും പിടക്കുകയായിരുന്നു. ഷർട്ട് മാറിയിട്ടതും രാധികയും വന്നു. ഗൗരി ചായ കൊണ്ടുവച്ചതും ആളിലേക്ക് വരുന്ന ഗിരിയെയും രാധികയും കണ്ട് ശങ്കറിനെ കണ്ണു കാണിച്ചു. അത് കണ്ടതും ശങ്കർ ഒരു ചിരിയോടെ ഗൗരിയെ നോക്കി. ആ ഏട്ടാ വാ, ദേ എവിടെ ഇരിക്കേ? സ്നേഹം നടിച്ച് ഗൗരി വിളിച്ചോ. ഗിരി അവളെ പുച്ഛത്തോടെ നോക്കി. എടുത്തിരിക്കേ, എത്ര നേരം കൊണ്ട് നോക്കുന്നറിയോ? ആ ഒരു വിളി കേട്ടതും രാധിക ദേഷ്യത്തിൽ ഗൗരിയെ നോക്കി. ഗൗരി, ചായ എടുത്തു കൊടുക്കവർക്ക്, ശങ്കർ പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ഗൗരി അവർക്കായി ചായ നീട്ടിയതും രണ്ടുപേരത് പുച്ഛത്തോടെ അവഗണിച്ചു. അത് കണ്ട് ഗൗരി രണ്ടുപേരെയും നോക്കി പല്ലടിച്ചുകൊണ്ട് തിരിച്ചു വെച്ചു. എവിടെയാ സാറേ ഞാൻ ഒപ്പിടേണ്ടത്? ഗിരി ചോദിച്ചു. അയാൾ ഫയലിൽ നിന്ന് പേപ്പർ എടുത്ത് അവർക്ക് നേരെ നീട്ടി. വേണമെങ്കിൽ വായിച്ചു നോക്കാം കേട്ടോ. വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
ഗിരി വേദനയോടെ പറഞ്ഞുകൊണ്ട് അതിലേക്ക് നോക്കി. രാധിക അത് കണ്ട് സങ്കടം കടിച്ചമർത്തി. ഗിരി വേദനയോടെ ഒപ്പുവെച്ചതും ഗൗരിയും ശങ്കറും അത് കണ്ട് സന്തോഷത്തോടെ ചിരിച്ചു. ഒപ്പിട്ടതും രാധികയും ഗിരിയും സഹിക്കാനാവാതെ റൂമിലേക്ക് പോയി. ഏട്ടനിപ്പോൾ തീരെ സുഖമില്ല, അതാ പെട്ടെന്ന് പോയത്. ഗൗരി അയാളോടായി പറഞ്ഞു. അയാൾ ചിരിച്ചുകൊണ്ട് പേപ്പേഴ്സിലെടുത്ത് ഭദ്രമായി വെച്ചു. ബാക്കി കാര്യങ്ങൾ കഴിയുമ്പോൾ വിളിക്കാം. അതും പറഞ്ഞ അയാൾ ഇറങ്ങിയതും ശങ്കർ വിജയ് ഭാഗത്തോട് അകത്തേക്ക് ചെന്നു. അയാളെ കണ്ടതും ഗിരി വേദനയിലും ദേഷ്യത്തോടെ അയാളെ നോക്കി. നിങ്ങൾ ഈ കാണിക്കുന്നതിന് ഒരിക്കലും രക്ഷപ്പെടില്ല. ഞങ്ങളുടെ കണ്ണീരും ഗതികേടും കൊണ്ട് ഒപ്പിട്ട് തന്നാ അതിന് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ വേദനിക്കും. രാധിക കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീയൊക്കെ ഒരു മനുഷ്യൻ തന്നെയാണോ അതോ മനുഷ്യമൃഗോ? സ്വന്തം ചോര എന്നോട് തന്നെ ഇങ്ങനെ ചതി കാണിക്കാൻ നിനക്കായില്ലോ. ഗിരി ദേഷ്യത്തിൽ ഗൗരിയെ നോക്കി പറഞ്ഞു. ബന്ധവും സ്വന്തം നോക്കിയിരുന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും. അതുകൊണ്ട് ഈ ബന്ധമൊക്കെ മതി. എനിക്ക് വലുത് എൻ്റെ ഭർത്താവും മകനുമാ. ഗൗരി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാവാൻ കാരണം ഞാനാ, അത് നീ മറക്കണ്ട. ഏട്ടൻ ജീവനാണെന്ന് പറഞ്ഞു നടന്ന പെങ്ങൾ സ്വന്തമായിട്ടൊരു ജീവിതമാകുമ്പോൾ ഏട്ടൻ്റെ ജീവന് പോലും കണക്ക് പറയുന്ന ഞാൻ കരുതിയില്ല. സ്നേഹത്തോടെ നീ ചോദിച്ചിരുന്നെങ്കിൽ എനിക്കുള്ള സ്വത്തിൻ്റെ പാതി നിന്റെ മകൻ നിനക്ക് ഞാൻ തരില്ലായിരുന്നോ? ഗിരി നിറഞ്ഞു കണ്ട് തുടച്ചുകൊണ്ട് പറഞ്ഞു. വർഷം 10-20 ആയില്ലേ, ഇതുവരെ അങ്ങനെ മനസ്സിൽ ഏട്ടന് തോന്നിയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് മാറി ചിന്തിക്കേണ്ടി വന്നു. ഏട്ടൻ എൻ്റെ വിവാഹം നടത്തി എനിക്ക് ഇങ്ങനെ ഒരു ജീവൻ നൽകിയെങ്കിൽ അതിന് പകരം എൻ്റെ ഭർത്താവ് അതിലും വിലപിടിപ്പുള്ള ഒന്നിനു വേണ്ടി നിങ്ങളുടെ കൂടെ നിന്ന് സഹായിച്ചില്ലേ? അന്ന് പോലും മനസ്സറിഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങൾ തയ്യാറായോ? ഇല്ലല്ലോ. ആ ഏട്ടനോടാണ് ഞാൻ സ്നേഹത്തോടെ ചോദിക്കേണ്ടത്. സത്യം മൂടി വയ്ക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടണം. ഇല്ലെങ്കിൽ നാട്ടുകാർ മുഴുവൻ അച്ഛനെയും അമ്മയും മോളെയും പുച്ഛത്തോടെ നോക്കും. നാട്ടുകാർ മാത്രമല്ല, എല്ലാം അറിയുമ്പോൾ മോളും പോകും നിങ്ങളെ വിട്ട്. ഇല്ല, എൻ്റെ മോളൊരിക്കലും ഞങ്ങളെ വിട്ട് പോവില്ല. അത്രയും സ്നേഹം കൊടുത്താൽ ഞങ്ങൾ അവളെ വളർത്തിയത്. അതുകൊണ്ട് ഒരിക്കലും അവൾ തിരിഞ്ഞു കൊത്തില്ല, എനിക്ക് ഉറപ്പുണ്ട്. രാധിക കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത്രയ്ക്ക് ഉറപ്പാണ് ഈ പിന്നെ എന്തിനാ ഒപ്പിട്ടത്? എല്ലാം അവൾ അറിയട്ടെ എന്നാൻ കരുതിയാൽ പോരായിരുന്നോ? കഷ്ടം. ഇതൊക്കെ പറയാനേ നിങ്ങൾക്കാവൂ, പ്രവർത്തിക്കാനാവില്ല. ഇനി ഈ വീട് മോളുടെ പേരിലാണെന്ന് കരുതി സന്തോഷിക്കണ്ട. അതെങ്ങനെ വാങ്ങിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇവിടെ കഴിയാം, മരണം വരെ. ഇല്ലെങ്കിൽ ഏതെങ്കിലും റോഡിൻ്റെ സൈഡിലോ കിടത്തിണ്ടയിലോ കിടന്ന് അരകിച്ച് ചാവും രണ്ടും. ശങ്കർ അതുപോലെ പുറത്തേക്ക് പോയി. ഏട്ടൻ പറഞ്ഞ് കേട്ടല്ലോ, എന്തെങ്കിലും സംഭവിച്ചാൽ അനിയത്തി വിളിച്ച് എൻ്റെ പുറകെ ഒന്നും പോരുത്. തിരിഞ്ഞു നോക്കില്ല ഞാൻ. ഗൗരി അതുപോലെ പുറത്തേക്ക് പോയി. രാധിക ഗിരിയും നോക്കി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ആയിത്തീരുമെന്ന് കരുതിയില്ല. ഇനി നമുക്ക് നഷ്ടമാവാൻ എന്താ ഉള്ളത്? സന്തോഷം, സമാധാനം. ഇപ്പോൾ നമ്മുടെ മോൾ അനുഭവിക്കേണ്ട എല്ലാം പോയില്ലേ? ഇനി അവൾ കൂടിയേ ഉള്ളൂ. അതുകൂടി നഷ്ടമാവരുത്. എൻ്റെ മോളെ കൂടി സ്വന്താക്കി ഇവളെ വേദനിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനമെങ്കിൽ മൂന്നിനെ കൊല്ലാൻ എനിക്ക് മടിയില്ല. ലച്ചുവിൻ്റെ ജീവിതം വെച്ച് കളിക്കാൻ ആരെയും ഞാൻ ജീവനോടൊപ്പം സമ്മതിക്കില്ല. ഗിരിയുടെ വാക്കുകൾക്ക് അത്രയും മൂർച്ചയുണ്ടായിരുന്നു. ഏട്ടൻ മാത്രമല്ല, കൂടെ ഞാനും ഉണ്ടാവും. അവളിപ്പോൾ സുരക്ഷിതമായ കൈകളില്ല. പിന്നെ എന്തിനു നമ്മൾ പേടിക്കണം? കാരണം ഇതുവരെ അവളെ സംരക്ഷിച്ച അവരാ. എന്ന് കരുതി അവൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ജീവിതം ഉണ്ടാവും. അവരെയൊക്കെ വിട്ട് പോവേണ്ടിയും വരും. അന്ന് ആ ജീവിതങ്ങളുടെ പങ്കാളി അവൾക്ക് സംരക്ഷണം നൽകുന്നുണ്ടോ എന്ന് നമുക്കറിയണം. അതുവരെ ലച്ചുവിനോർത്ത് നമ്മൾ പേടിക്കണം. അർഹതയുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ആഗ്രഹിച്ചു പോവാ. ആരെന്ന് നമ്മുടെ മോളെ വിവാഹം ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായി എന്നെയെന്ന്. ആഗ്രഹിക്കാനല്ലേ പറ്റൂ. വെറുതെ നടക്കാത്തൊന്നും സ്വപ്നം കണ്ടിടും. പിന്നീട് ചിലപ്പോൾ വിഷമിക്കേണ്ടി വരും. മോൾ അവരുടെ ഒപ്പാണെന്ന് കരുതി അവൻ അവളെ വിവാഹം ചെയ്യാൻ തയ്യാറാവും. അതിന് അവിടുത്തെ കൊച്ചുമായിട്ട് അവൻ്റെ വിവാഹം നടക്കുന്നില്ല അവളന്ന് പറഞ്ഞ്. അതുകൊണ്ട് വെറുതെ ആശിക്കണ്ട. നമ്മുടെ മോൾക്കുള്ള വിധി ദൈവം കണ്ടുവച്ചിട്ടുണ്ടാവും. ഏതായാലും ഒരു വൃത്തികെട്ടവന് ഞാൻ എൻ്റെ മോളെ കൊടുക്കില്ല. ഗിരി നെഞ്ചു തടവിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് രാധിക ഗിരിയെ സമാധാനിപ്പിച്ചു. സുഖമില്ല ഏട്ടാ? ഹോസ്പിറ്റൽ പോകണം? നേരത്തെ ഏട്ടന് ബുദ്ധിമുട്ട് തോന്നിയല്ലോ. ഏയ് വേണ്ട, 2 ദിവസം കഴിയട്ടെ. ഗിരി അതും പറഞ്ഞ് കിടന്നു. രാധിക അദ്ദേഹത്തിൻ്റെ അവസ്ഥ കൊണ്ട് വിഷമത്തോടെ ഇരുന്നു. ഗാർഡനിൽ നിന്ന് കാര്യം പറയുകയായിരുന്നു ലച്ചു, ആര്യയും പ്രിയയും കാവ്യയും. ആനന്ദ് ഇടയ്ക്കിടെ അവിടേക്ക് വന്നു നോക്കുന്നുണ്ട്. ലച്ചു സംശയത്തോടെ അവനെ നോക്കി. ബാക്കി 3 എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അവളുടെ ശ്രദ്ധ മുഴുവൻ ടെൻഷൻ അടിച്ച് നടക്കുന്ന ആനന്ദിന്റെ മേലാണ്. നിങ്ങൾ സംസാരിക്കും, ഞാനിപ്പോൾ വരാം. ലച്ചു അതും പറഞ്ഞ് എഴുന്നേറ്റു. ഏട്ടനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ? നടക്കട്ടെ, ആര്യ കളിയായിക്കൊണ്ട് പറഞ്ഞു. പോടി അവിടുന്ന്. അവളുടെ ചെവിക്കിട്ടൊരു കിഴി കൊടുത്തുകൊണ്ട് ലച്ചു അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആനന്ദിനെ കണ്ട് അവൾ കുറച്ചു നേരം ഡോറും ചാരി നിന്നു. അവൻ തിരിഞ്ഞത് അവളെ കണ്ടു. ബാക്കി 3 ഗാർഡനിലേക്ക് നോക്കി. എന്തു പറ്റിയേട്ടാ? ഒരു ടെൻഷൻ പോലെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തു പ്രശ്നം? ഏയ് ഒന്നുമില്ല. എന്തേ? അല്ല, ഏട്ടൻ്റെ മുഖം നടപ്പൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഏയ് ഇല്ലടോ, നീ പോക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഒരാളുടെ രീതി എൻ്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കുന്ന സാമാന്യ ബോധമൊക്കെ എനിക്കുണ്ട്. ആണോ? നീ എന്താ എൻ്റെ സൈക്കോളജി പഠിക്കാൻ നടക്കുവാണോ? ഏട്ടൻ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പഠിക്കേണ്ടി വരും. ലച്ചു അതും പറഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ ഒന്ന് പോയേ ലച്ചു, വെറുതെ. എനിക്കൊരു പ്രശ്നവുമില്ല. അത് കള്ളം. എന്നോട് കള്ളം പറയാൻ തുടങ്ങി ഏട്ടൻ.
അവൾ ചോദിച്ചോ അവൻ നെറ്റിയിൽ സ്വയം തള്ളിക്കൊണ്ട് അവളെ നോക്കി. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഏട്ടൻ എന്തിനിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നത് എനിക്കറിയണം. ഓഫീസിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഒരുപാട് ദിവസമായാലും അങ്ങോട്ട് പോയിട്ട് ഞാൻ പോകുന്ന കാര്യം ഓർത്ത് നടന്ന. എൻ്റെ ഈ അവസ്ഥയിൽ അമ്മ സമ്മതിക്കില്ലല്ലോ എന്ന് ഓർത്താ. അവൻ പറഞ്ഞു. ലച്ചു സംശയം മാറാതെ അവൻ നോക്കി. എന്തേ, വിശ്വാസമായില്ലേ? ഇത് മുഴുവൻ ഞാൻ വിശ്വസിച്ചിട്ടില്ല. അത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ അമ്മയോട് ഞാൻ സംസാരിക്കാം. ഏയ് വേണ്ട, തൽക്കാലം പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. നീ ചെൽ, കുറച്ച് ജോലി തീർക്കാനുണ്ട്. എന്താ പറഞ്ഞു പോയതും ലച്ചു അവൻ എന്ത് പറ്റിയെന്ന ചിന്തയിലായിരുന്നു. കാവ്യ ഒന്ന് വിളിച്ചപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്ന് ഉണർന്ന്. നീ പറഞ്ഞത് സത്യമാണോ? അറിയില്ല, സത്യമാണോ കള്ളാണോ എന്ന് എനിക്കറിയില്ല. അയാൾ പറഞ്ഞു മാത്രമേ എനിക്കറിയൂ. നിന്നെ വിളിക്കാൻ തുടങ്ങി അയാൾ? അതെന്താ, നിന്നെ വിളിച്ചിരുന്നു എപ്പോഴെങ്കിലും? ഇല്ലടാ, ലച്ചനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അവൾ ഇടയ്ക്കിടെ ആരോ വിളിച്ച് ഓരോ ന്യൂസ് കൊടുക്കാറുണ്ട്, പിന്നീട് അതുപോലെ സംഭവിക്കാറുണ്ടെന്ന് ആദ്യം പറഞ്ഞു. മുമ്പ് അവൾ പറഞ്ഞ് അവനും ഓർത്തു. ശരിയാ, അവൾ എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അയാൾ തന്നെയാണോ ഇതൊന്നും ഇങ്ങനെ കണ്ടുപിടിക്കാന്നാ? ഒരു വട്ടം വരുന്ന നമ്പറല്ല പിന്നീട് വരുന്നത്. ഇങ്ങനെ വിളിച്ചറിയിക്കാൻ അയാളാരാ? ആരായാലും ഇപ്പം എനിക്ക് തോന്നുന്നു അയാൾ ലിച്ചുവിൻ്റെ ശത്രുവല്ലെന്നാ. അവളുടെ സുരക്ഷയാണ് അയാളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവരം അയാൾ നിന്നെ വിളിച്ചറിയിച്ചത്. നീ ഇത് അവളോട് പറയാത്തെന്താ? ഞാൻ എന്താണെന്ന് അവളോട് പറയേണ്ടത്? കാർത്തിക് വീണ്ടും വിവാഹം ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന നിന്നെയാണെന്നോ? അങ്ങനെ അവൾ അറിയുന്ന നിമിഷം വീണ്ടും എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന കരുതി ഇറങ്ങി പുറപ്പെടുക അവള്. ലച്ചുവിനെ മാത്രമല്ലടാ, ബാക്കി 3 പേരെയും കൂടി സൂക്ഷിക്കണമെന്നാ അയാൾ പറഞ്ഞ്. സ്വന്തം കാര്യം നേടാൻ എന്ത് വൃത്തികേടും കാണിക്കാത്തവനാ കാർത്തിക്. ഇതൊക്കെ അവൻ്റെ അവസാനത്തിലേക്കുള്ള പോക്കാ. നീ ടെൻഷൻ ആവണ്ട. ഇപ്പോൾ അവർ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, അവിടെ അവരെ സൂക്ഷിച്ചാൽ മതി. തൽക്കാലം എവിടേക്കും വിടണ്ട. ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയിരിക്കുന്നത്. പക്ഷെ എത്രയാന്ന് പറഞ്ഞാടാ, അവർക്ക് സംശയം തോന്നില്ലേ? അതെൻ്റെ ടെൻഷൻ. അമ്മയോടും അച്ഛനോടും പറഞ്ഞാൽ അവരും ഓർത്ത് ടെൻഷനാവും. പിന്നെ ഇവരറിയിക്കാൻ വലിയ താമസമൊന്നും വരില്ല. പെൺകുട്ടി ആരെന്ന് അവനവൻ്റെ വീട്ടുകാർ മറച്ചു വെച്ചപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു അവൻ്റെ അടുത്ത് എന്തെങ്കിലും പ്ലാൻ ആവുമെന്ന്. അവൻ കളിക്കട്ടെ, ആ കളി അവിടെ ചെന്ന് നിൽക്കുന്ന എനിക്ക് കാണണം. നമുക്ക് നോക്കാം എവിടെ വരെ പോകുമെന്ന്. അറിഞ്ഞ വിവരം വെച്ച് സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ലിസുവിനെ. ബാക്കി നമുക്ക് റെഡിയാക്കാം. ആദ്യം പറഞ്ഞു. ആനന്ദ് മൂളിക്കൊണ്ട് കോള് കട്ടാക്കി. തിരിച്ച് കാടലിൽ വന്നും അവരെ അവൻ കാണാതെ അവൻ പുറത്തേക്ക് ഇറങ്ങി. വെളിയിൽ നിൽക്കുന്ന കണ്ട് അവൻ സമാധാനത്തോടെ ശ്വാസം വിട്ടു. ചുറ്റുപാടൊന്ന് കണ്ണോടിച്ചുകൊണ്ട് അവൻ അവരുടെ അടുത്തേക്ക് നടന്നു. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ എവിടേക്ക് നോക്കി? എന്താ നന്ദു? അവൻ പറഞ്ഞു. പ്രിയ തിരിച്ചു ചോദിച്ചു. ഇതേ സമയം ലച്ചു അവൻ്റെ മുഖത്തെ ഭാവങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഏട്ടൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അല്ല, ഇങ്ങനെ ടെൻഷൻ അടിച്ച് പറയുക വരാൻ വഴിയില്ല. ലച്ചു മനസ്സിൽ പറഞ്ഞു. ഏയ്, ഞാൻ വെറുതെ നിങ്ങളെ കാണാൻ നോക്കി വന്നാ. ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങി നിൽക്കണ്ട. അതെന്താടാ പുറത്തിറങ്ങി നിന്നാൽ കുഴപ്പം? അവരുടെ സ്വന്തം വീട്ടിലിറങ്ങിയാലെന്താ? എവിടുന്നോ അമ്മയുടെ സൗണ്ട് കേട്ടത് അവൻ ചുറ്റും നോക്കി. അത് കണ്ട് 4 സൈഡിലേക്ക് മാറിയിരുന്നു. അച്ഛനും അമ്മയും കൂടി പുരയിടത്തിൽ നിന്ന് കപ്പ കുഴിച്ചെടുക്കുകയായിരുന്നു. അത് കണ്ടതും അവൻ അവിടേക്ക് നോക്കി. മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ട് ഞങ്ങൾ വന്ന. ഏട്ടൻ എന്തു പറ്റി? ഏയ്, എനിക്കെന്തു പറ്റാൻ? അതും പറഞ്ഞ് അവൻ അവിടേക്ക് ചെന്നു. എന്തിനമ്മ ഇത്? ഇന്ന് രാത്രി നമുക്ക് കപ്പ പുഴുങ്ങി കഴിക്കാം. ആ കൂടെ ബീഫായ പൊളിക്കും. അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ? ഇന്ന് ഞങ്ങൾ രണ്ടും കൂടി ആ പാചകം. അച്ഛൻ അമ്മയെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ എന്നാ അച്ഛൻ അടുക്കള കയറാതെ ഉള്ളു? ആര്യ കളിയാക്കി പറഞ്ഞു. ആൻറ്റി എവിടെയുണ്ടോ അവിടെ അങ്കിളുണ്ടാവും. അത് ഞാൻ ദേ ഇവൾക്ക് അറിഞ്ഞുകൊണ്ട് കൊടുത്തൊരു വാക്കാ, മരണം വരെ കൂടെ കാണുന്നു. പക്ഷെ ഇങ്ങനെ കൂടെ നടക്കുന്നു എന്നല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ച്. നിങ്ങളുടെ ആൻറ്റി അത് തെറ്റിദ്ധരിച്ചു. ഇപ്പൊ 24 മണിക്കൂറും ഞാനിവളൊന്നിച്ചാ. അച്ഛൻ പറഞ്ഞു. അവരെല്ലാം ചിരിച്ചു. അതൊക്കെ ഒരു ഭാഗ്യം. നമ്മൾ സ്നേഹിക്കുന്നവർ എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാവുന്നു. പെട്ടെന്നൊരു സമയം തിരിച്ചു വേണ്ടി വന്നാലും ഇങ്ങോട്ട് മുഖം കണ്ടുകൊണ്ട് മരിക്കാമല്ലോ. അമ്മ പറഞ്ഞു. അച്ഛൻ അമ്മയൊന്ന് തുറച്ചു നോക്കി. നിന്റെ അമ്മയെ കുഴിയിൽ വിട്ടങ്ങ് മൂടട്ടെ, വേണമെങ്കിൽ വന്ന് പിടിച്ചോ. 10 വട്ടം ചാവാനുള്ള സമയമായി ഞാൻ. ഇവള് വിടാനായിട്ട് ഞാൻ പോവാത്തതാ. ഇങ്ങനെ ആയിരുന്നെങ്കിൽ അടുത്ത വിസക്ക് ഞാൻ പോവും. അമ്മയ്ക്കുള്ള ഡോസും കൊടുത്ത് അച്ഛൻ പൊടി തട്ടി അകത്തേക്ക് പോയതും അമ്മ അച്ഛനെ തുറച്ചു നോക്കി. അത് കണ്ടതും ബാക്കി എല്ലാവരും നിന്ന് ചിരിക്കാനും തുടങ്ങി. ഇപ്പൊ മനസ്സിലായില്ലേ, കൊടുത്താ കൊല്ലത്തും കിട്ടുന്നു. പാടാ അവിടുന്ന്. അമ്മ കയ്യോങ്ങിയതും എല്ലാം ജീവനും കൊണ്ട് അകത്തേക്ക് ഓടി. വൈകുന്നേരം ആദ്യം എത്തിയിരുന്ന വീട്ടിൽ പ്രതീക്ഷിക്കാതെ വരുന്ന സുമതിയെ കണ്ട് എല്ലാവരും അമ്പരം നോക്കി. സുമതിയെ കണ്ടതും കാവ്യയും പ്രിയ അടുത്തേക്ക് ചെന്ന് അകത്തേക്ക് വിളിച്ചു. ഇവിടെ വേറെ ആരുമില്ലേ എന്നെ അകത്തേക്ക് വിളിക്കാൻ? അകത്തേക്ക് ഓടി കണ്ടിട്ടുകൊണ്ട് സുമതി ചോദിച്ചു. അമ്മ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് അവരകത്തേക്ക് വിളിച്ചു. സുമതിയെ കണ്ട് ലച്ചു ആനന്ദിന്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ കണ്ണടച്ച് കാണിച്ചു. അകത്തേക്ക് വന്ന സുമതി ആനന്ദിനെ കണ്ടൊന്ന് പരിങ്ങി. ഇരിക്കു സുമേ, അന്ന് ഇറങ്ങിപ്പോയിട്ട് നീ എന്താ ഒരു മുന്നറിയിപ്പില്ല വീണ്ടും? അച്ഛൻ ചോദിച്ച സുമതി എല്ലാവരെയും നോക്കി. അത് പിന്നെ ഞാൻ എൻ്റെ മക്കളെ കാണാൻ വന്ന. അതിന് മാത്രമാണെന്ന് ആൻറ്റിയുടെ മുഖം കണ്ടിട്ട് തോന്നുന്നില്ല. അടുത്ത ഏഷനിക്ക് വന്നാണെന്നൊരു ഡൗട്ട്. ആര്യെ, നീ മിണ്ടായിരുന്നേ? അമ്മ അവളെ നോക്കി പറഞ്ഞു. ഞാൻ മിണ്ടുന്നില്ല, കിട്ടുമ്പോൾ പഠിച്ചോളും. അതും പറഞ്ഞ് ആരും മിണ്ടാതെ സുമതിയെ നോക്കിയിരുന്നു. അവള് പറയട്ടേന്നേ, നമ്മളോട് പറയുന്ന പോലെ പുറത്താരോടും പോയി സംസാരിക്കാണ്ടിരുന്നാൽ മതി. സുമതി പറഞ്ഞു. അവരുടെ ഭാവമാറ്റം കണ്ട് എല്ലാവരും ചെറുതായി ഒന്ന് ഞെട്ടി. ലച്ചു എന്താ അവിടെ മാറിക്കുന്നേ? എന്നെ പേടിച്ചിട്ടാണോ? സുമതി അവൾ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ടത് അവൾ ചിരിച്ചു കാണിച്ചു. അവളെന്തിനു നിങ്ങളെ പേടിക്കണം? എൻ്റെ നന്ദുമോനെ, ഞാൻ ഒരു വഴക്കിനൊന്നും വന്നല്ല. എൻ്റെ മക്കളെ എന്നോട് ഒറ്റക്കായിട്ട് ഇങ്ങോട്ട് വന്ന ശേഷം ഒരു ഫോൺ പോലും ചെയ്തില്ല. പ്രിയാണി വിളിച്ചിട്ടോട്ട് എടുക്കുക പോലും ഇല്ല. എന്നെ ഇടയ്ക്കെങ്കിലും ഇവിടുന്ന് ഒന്ന് വിളിക്കുന്ന ആദ്യമോ മാത്രമേ ഇപ്പോൾ.
സുമതി പറഞ്ഞു. അമ്മയും കാവ്യ ആദ്യം നോക്കി. ഇവരുടെ അമ്മ ഇങ്ങനെ കാണിക്കുന്നു കരുതി നമ്മളങ്ങനെ കാണിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കടമ ഞാൻ നിർവഹിക്കുന്നു, അത്ര തന്നെ. ആദ്യം പറഞ്ഞ അമ്മയും കാവ്യം പരസ്പരം നോക്കി ചിരിച്ചു. ഇവിടെ കല്യാണക്കാരി എന്തെങ്കിലും തീരുമാനിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വന്നാൽ ഞാൻ ആകെ സ്വന്തം എന്ന് പറയാൻ ഇവർ രണ്ടും എനിക്കുള്ളൂ. എൻ്റെ മക്കളുടെ വിവാഹം എനിക്ക് മുന്നിൽ നിന്ന് നടത്തണം, അതെൻ്റെ ആഗ്രഹം. മനസ്സിൽ വേറെന്ത് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും നടക്കില്ലല്ലോ, പിന്നെ മോഹിച്ചിട്ട് കാര്യവുമില്ല. സുമതി ലച്ചുവിനെയും ആനന്ദിനെയും നോക്കി പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.